കേരളമാകെ UDF തരംഗം, ഒതുക്കങ്ങളിൽ കട്ടപ്പ തരംഗം. മലപ്പുറം ഒതുക്കങ്ങൾ പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാപിച്ച ബോർഡിലെ വാചകമാണിത്. ഒതുക്കങ്ങൾ പഞ്ചായത്തിൽ മത്സരിച്ച മുഴുവൻ സീറ്റിലും കോൺഗ്രസിനെ ലീഗ് കാലുവാരി തോൽപ്പിച്ചു എന്നാണ് ആക്ഷേപം. അതിനെ പിൻപറ്റിയാണ് ഈ ബോർഡ്. സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളമാകെ UDF തരംഗം, ഒതുക്കങ്ങളിൽ കട്ടപ്പ തരംഗം. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സിലെ ഹെഡ്ലൈനാണ്. മാത്രമല്ല ചിത്രവും ഒരു എഴുത്തും ഇതിൽ കാണുന്നുണ്ട്. ഈ ചിത്രത്തിലുള്ളത് ബാഹുബലിയെ പിന്നിൽ നിന്ന് കട്ടപ്പ പച്ച കത്തി ഉപയോഗിച്ച് കുത്തുന്നതാണ്. ബാഹുബലി കോൺഗ്രസിൻ്റെ ചിഹ്നവും കൈപ്പത്തി ചിഹ്നവും ത്രിവർണ്ണവുമുള്ള ഷാൾ ധരിച്ചിരിക്കുകയാണ്. കട്ടപ്പ പച്ച ഒരു കളർ, ലീഗിൻ്റെ പതാകയുള്ള ഒരു പച്ച കളർ ഷാളും ധരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ, ആരാണ് ഫ്ലക്സ് സ്ഥാപിച്ചതെന്നറിയാൻ നമുക്ക് അന്വേഷിക്കാം. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒതുക്കങ്ങൾ മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ നമ്മോടൊപ്പം ചേരുകയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഒരു ഫ്ലക്സ് ഇവിടെ കോൺഗ്രസ് സ്ഥാപിച്ചിരിക്കുന്നത്? സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഒതുക്ക പഞ്ചായത്തിൽ 6 വാർഡിലും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ആ 6 വാർഡിലും ദയനീയ പരാജയം നേരിട്ടൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഈ വാർഡാണ്. ഇത് കോൺഗ്രസ്സിൽ ഇതിൽ ലീഗിന് എന്താണ് ഇതിൽ ബന്ധം പറയാം. ഇത് ഈ നാം നിൽക്കുന്ന ഈ 13ാം വാർഡ് തന്നെ, ഇത് 2 പുതുതായിട്ട് വാർഡ് രൂപീകരിച്ചപ്പോൾ 2 വാർഡിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ഒരു ബൂത്ത്, ഒന്ന് ലീഗിന് സ്വാധീനമുള്ള കേഡർ വോട്ടുകളുള്ള സ്ഥലവും മറ്റൊന്ന് കോൺഗ്രസിന് സ്വാധീനമുള്ള 2ാം ബൂത്തുകളും. അത് നമുക്ക് ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്താൽ കിട്ടും. ബൂത്ത് 1-ൽ 195 വോട്ട് UDF ലഭിച്ചപ്പോൾ LDF കിട്ടിയത് 267 വോട്ടാണ്. അതേ ബൂത്തിൽ ബ്ലോക്ക് ബേസ് നോക്കുമ്പോൾ 156 STPIക്കും UDF 236ഉം LDF വെറും 74 വോട്ടും ഉള്ളത്. ആ ഡിഫറൻറ്റ് മാത്രം നോക്കാലോ, അതിന് വ്യക്തമായ തെളിവല്ലേ. അതായത് മുസ്ലിം ലീഗ് കാലുവാരി തോൽപ്പിച്ചു. തീർച്ചയായിട്ടും. എന്നാൽ അതിൽ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ കൂടെ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ലീഗുകാരുണ്ടായിട്ടുണ്ട്. അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒതുക്കങ്ങൾ പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് കാലുവാരി തോൽപ്പിച്ചു എന്നാണ്. തീർച്ചയായിട്ടും. അതിന് കാരണം എന്താ? അതിന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ വൈസ് ചെയർമാനായിട്ടുള്ളത് വനിതാ സംവരണമായിരുന്നു. ആ വനിതാ സംവരണത്തിൽ മത്സരിച്ച 3 സീറ്റിലും കോൺഗ്രസ് തോറ്റു. ഇപ്രാവശ്യം അത് ജനറലാണ്. ഇപ്രാവശ്യം ഞാൻ മത്സരിച്ച എല്ലാവരും സ്ലീപ്പായിട്ട് തോറ്റു. 25 വർഷക്കാലം തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന കുഞ്ഞിതാക്കാനെ വരെ കാലുവാരൻ്റെ സ്ഥിതിവിശേഷം ഉണ്ടായി. ഏതായാലും ഈ ഫ്ലക്സ് ചർച്ചയാവുകയാണ്. ആത്മാർത്ഥമായി കൂടെ നിന്ന നല്ല ലീഗുകാരുണ്ട്. അവർക്ക് ഹൃദയത്തിൽ നിന്നും അഭിവാദ്യങ്ങളൊന്നും ഈ ഫ്ലക്സിൽ എഴുതിയിരിക്കുകയാണ്. ഏതായാലും ഇവിടുത്തെ കോൺഗ്രസിന് എല്ലാ സീറ്റുകളിലും ഒതുക്കൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കാലുവാരി തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.